ഹായ് ഫ്രണ്ട്സ്, ടോയായിട്ട് പോവാം. നമ്മളെ ഹീറോമാർ 3 പേര് ട്രിബിൾസ്, അതെ 3 പേര് ട്വിൻസ് മതി. അത് മാത്രമല്ല നമ്മളെ ചിമ്മിനാണ് വലുത്, പിന്നെ വി ലാസ്റ്റാണ് നമ്മളെ കടക്കുട്ടി. അങ്ങനെയായിട്ട് ഫസ്റ്റ് ജനിച്ചത് ജിമിൻ. അതുകൊണ്ട് ഈ 3 പേരാണ് കഥേൻ്റെ ഹീറോ. 3 പേര് ട്രിബിൾസ് ആണ്. നമുക്ക് സ്റ്റോറിക്ക് പോവാം. ഇവർക്ക് എങ്ങനെ ലവ് സ്റ്റോറി, എങ്ങനെ ലവ് വരും, ഇതെല്ലാം നമുക്ക് നോക്കാം. ഓക്കെ, സ്റ്റോറിക്ക് പോവാം. നമ്മളെ ഹീറോമാർ 3 പേര്, അതെ ഹീറോമാർ 3 പേര് ട്രിബിൾസ്. അതേ മാത്രമല്ല അവർ കൊറിയൻ ബോയ്സ്. നമ്മൾ ഹീറോ ഇന്ത്യൻ ഗേൾ. ഇവർക്ക് എങ്ങനെയാണ് ലവ് സ്റ്റോറി സ്റ്റാർട്ടാകുന്നത് നമുക്ക് എല്ലാം പോയി നോക്കാം എന്ന് പറയാം. ഇപ്പോൾ സ്റ്റാർട്ട് സ്റ്റോറി നമുക്ക് പോവാം. നമ്മളെ ഹീറോയി പറയായിരുന്നു, മോം എനിക്ക് ലേറ്റായി എന്ന് പറഞ്ഞ് ഹീറോയി ഫുഡ് കഴിച്ചിട്ട് റെഡി ആവാൻ തുടങ്ങിയായിരുന്നു. എന്തിനുമാ ഇത്ര ലേറ്റുള്ള മോം പറഞ്ഞക്ക്, എനിക്ക് നെക്സ്റ്റ് ഡൽഹിക്കാണ് പോകുന്നത്. ഡൽഹിയിൽ എനിക്ക് കോളേജിലേക്കാണ് പോകും. ഡൽഹിക്ക് പോയേ പറ്റൂ എന്ന് പറഞ്ഞ് ഹീറോയെ റെഡിയാവും. ഹീറോയുടെ ഫ്രണ്ട്സ് എല്ലാം ഓൾറെഡി റെഡിയാണ്. റെഡി മച്ചി എന്ന് പറയായിരുന്നു. അങ്ങനെ ഹീറോയുടെ അമ്മ പറയായിരുന്നു, മോളെ പ്രിയ, ഇതാ നിനക്ക് വേണ്ടി അച്ചാറ്. അമ്മ എന്തിനമ്മ പറയുന്നു, അച്ചാറാ? അതേ മോളെ, നിനക്ക് ഇഷ്ടപ്പെട്ട അച്ചാറ് റെഡി. അമ്മ ഇത് കേട്ട അച്ചാർ, ഇതാണ് അച്ചാറ്. അത് അച്ചാർ ഉണ്ടാക്കുന്ന പ്ലോഡ് എല്ലാം റെഡിയും. അമ്മ ഇതെല്ലാം എന്തിനാ? അമ്മ പോയി കഴിക്ക്. ശരി അമ്മ, ഇങ്ങനെ ടെൻഷൻ ഒന്നും ആക്കണം. അങ്ങനെ ഹീറോ ടെൻഷനായിട്ട് ശരി എന്ന് പറഞ്ഞ് ഹീറോ പോയായിരുന്നു. അങ്ങനെ കാറിൽ കയറി ഹീറോയുടെ അച്ഛനാണ് ഡ്രോപ്പ് ചെയ്തത്. അങ്ങനെ കാറിൽ അമ്മയും അച്ഛനും, വലിയ കാറാണ്. ഹീറോയുടെ ഫ്രണ്ടും കൂടെ ഉണ്ടായിരുന്നു. 3 പേരാണ് പോകാൻ പോകുന്നത്. അതെ 3 പേരാണ്. കൂടെ ഒരു പുകയുണ്ടായിരുന്നു. ഞാൻ വന്നു മച്ചി എന്ന് പറഞ്ഞിട്ട് ഹീറോ 4 ഗ്രൂപ്പാണ്. അതിൽ ഇനിയൊരാൾ റെഡി ആവണമല്ലോ എന്നെ പറയായിരുന്നു ഹീറോയി മുറിച്ചിട്ട്. എവിടെ? ഞാൻ വന്നു എന്ന് പറഞ്ഞു. അതെ അങ്ങനെയായിട്ട് ഇനി ഒരാൾ കോൾ ചെയ്ത് പറഞ്ഞു, ഞങ്ങൾ എത്തി, എയർപോർട്ട് ഇറങ്ങി. ഒരു ബോയ് ഉണ്ടായിരുന്നു. ഹായ് മച്ചി എന്ന് പറഞ്ഞ് ഹക്ക് ചെയ്തായിരുന്നു. അതെ 4 ബോയ്സ്, അതെ 2 ബോയ്സാണ്, 3 ഗേൾസ്. അങ്ങനെ ടോട്ടൽ അതുകൊണ്ട് ഹീറോയിൻ്റെ 2 ഫ്രണ്ട്സ് പറയായിരുന്നു. ശരി ഓക്കെ എന്ന് പറയായിരുന്നു. എന്താ കാര്യം? എന്നും ഇല്ലടി എന്ന് പറഞ്ഞു. അവരുടെ വീട്ടിൽ സാഡായിരുന്നു. ടെൻഷനൊന്നും ആക്കണ്ട എന്ന് ഹീറോയി ചിരിച്ചിട്ട് പറയായിരുന്നു. അത് കേട്ടിട്ട് ശരി ഓക്കെ നമുക്ക് പോകണ്ടേ അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെയായിട്ട് 2 സീനിയേഴ്സ് ഗേൾസ് വന്നായിരുന്നു. അതെ അവർ പറയായിരുന്നു, വന്നോ? 2 പേർ അക്കായിരുന്നു. ഹീറോയി പറയായിരുന്നു, ശരി അക്ക വന്നു, ശരി ഓക്കെ. അങ്ങനെയായിട്ട് അവർ ഫ്ലൈറ്റിൽ, അതെ അങ്ങനെ ഫ്ലൈറ്റിൽ കയറാൻ പറയായിരുന്നു. ഫ്ലൈറ്റിൽ കയറി ഹീറോയി എല്ലാവർക്കും വായി പറഞ്ഞു. അങ്ങനെയായിട്ട് ഹീറോയിൻ്റെ ഫ്രണ്ട്സ് അവരുടെ ഫാമിലീസ് വന്നായിരുന്നു. അങ്ങനെ വായിച്ചെന്ന് അങ്ങനെയായിട്ട് ഫ്ലൈറ്റിൽ കയറി അങ്ങനെ ഡൽഹിക്ക് എത്തി. ഡൽഹിയിൽ ഇറങ്ങി. അങ്ങനെ അവരുടെ ഫ്ലാറ്റ് ഓൾറെഡി ബോയ്സ് 2 പേർ ബുക്ക് ചെയ്തായിരുന്നു. അങ്ങനെ ഒരു ഗേൾസ് അങ്ങനെ അവരുടെ റൂം എടുത്ത് താമസിക്കുക. 2 പേര് അങ്ങനെയായിട്ട്. അപ്പോൾ ഗേൾസ് 2, അപ്പോൾ പിന്നെ 3 പേര് പറയാതെ ഞങ്ങൾ ഈ റൂമിൽ താമസിക്കുകയാണ്, 3 പേർക്ക് ഒരു റൂം മതി എന്ന് പറഞ്ഞു. ബാക്കി സീനിയേഴ്സ് 2 പേര് അവർ റൂം ബുക്ക് ചെയ്തു. അങ്ങനെ ടോട്ടൽ 3 റൂം ബുക്ക് ചെയ്ത് അങ്ങനെ താമസിക്കാൻ തുടങ്ങിയായിരുന്നു. അങ്ങനെ എന്നോട് ഷോപ്പിംഗ് ചെയ്തു. പിന്നെ നൈറ്റ് ഫ്ലൈറ്റായിരുന്നു 3, അത് നൈറ്റ് ഫ്ലൈറ്റ്. അങ്ങനെ ഫ്ലൈറ്റിൽ കയറി അവർ പറന്നു പോയി. അതെ കൊറിയക്ക് പോകുന്ന ഫ്ലൈറ്റിൽ. അങ്ങനെ നല്ല ഉറക്കമായിരുന്നു. അങ്ങനെ സീനിയേഴ്സുമാരായിരുന്നു സംസാരിക്കായിരുന്നു. ശരി അതെ എന്ന് പറഞ്ഞാൽ അവർ കുറച്ച് അവരെ കുറിച്ച് നടന്ന സ്റ്റോറി അവർ പറഞ്ഞ് ചിരിക്കായിരുന്നു. അങ്ങനെ സീനിയേഴ്സ് 2 പേരും വന്ന് വിളിക്കായിരുന്നു, എത്തി ഇനി എന്തൊക്കെ എത്തിപ്പാ ഇറങ്ങിക്കോ എന്ന് പറഞ്ഞു. അവരെല്ലാവരും എഴുതിച്ചു. അങ്ങനെ വായി വളർന്ന് നോക്കാൻ തുടങ്ങിയായിരുന്നു. സീനിയേഴ്സ് ചിരിക്കായിരുന്നു. ഇവർ 5 പേർ വായി വളർത്തായിരുന്നു. അങ്ങനെ ഹീറോയിൻ്റെ ഫ്രണ്ട്സ് വായി വളർന്നു. ഹീറോ ഷാക്കായിരുന്നു. അങ്ങനെയായിട്ട് ഫ്ലൈറ്റിൽ ഇറങ്ങി അവർ നടക്കാൻ തുടങ്ങിയായിരുന്നു. അങ്ങനെയായിട്ട് അവർ നടന്നുകൊണ്ട് പോയിരുന്നു. ശരി ഓക്കെ നമുക്ക് പോവാം പറഞ്ഞ് അങ്ങനെയായിട്ട് അവരെല്ലാവരും നടന്ന് വന്നായിരുന്നു. ഈ പ്ലേസ് നന്നായിട്ടുണ്ടല്ലേ? അതെ എന്ന് പറഞ്ഞ് അവർ ചിരിച്ചിട്ട് പറയാൻ തുടങ്ങിയിരുന്നു. അങ്ങനെയായിട്ട് ഫ്ലാറ്റ് ഒരു വീട് മേങ്ങിയായിരുന്നു. സീനിയർക്ക് എന്താ പറയുന്നത്, ഫ്ലാറ്റിൽ താമസിക്കാൻ പറഞ്ഞാൽ വീട് മേങ്ങിയായിരുന്നു. അതെ ഞാനൊരു വലിയ വീട് മേങ്ങിയായിരുന്നു. അതിൽ 2 സീനിയേഴ്സ് അല്ലെ റിച്ചാണ്. അവർക്ക് സ്വന്തം ബിസിനസ്ക്ക് വേണ്ടിയിട്ടാണ് കൂടെയൊക്കെ വന്നത്. ഞാൻ വീട് നോക്കിയിട്ടുണ്ട് അങ്ങനെ പറഞ്ഞ് വീടെടുത്ത്
താമസിക്കുക. വലിയ വീടായിരുന്നു. ആ വീട്ടിൽ എല്ലാവർക്കും റൂം കൊടുത്തു. ശരിയക്ക എന്ന് പറഞ്ഞു. ഹീറോയ്ക്ക് സന്തോഷമായി. അങ്ങനെ റൂം എടുത്തു. അങ്ങനെ ഒരു നാൾക്ക് ഒരു റൂം പിടിച്ച് അങ്ങനെ ആ റൂമിൽ താമസിക്കാൻ തുടങ്ങി. ശരി, എല്ലാവർക്കും ഫുഡ് കഴിച്ച് നമുക്ക് റെസ്റ്റ് എടുക്കാം. എന്നെ ഫുഡ് എല്ലാവരും കഴിച്ച് കിടന്ന് ഉറങ്ങാൻ പോയായിരുന്നു. അങ്ങനെ രാവിലായി. സീനിയേഴ്സൊക്കെ വിളിച്ച് എല്ലാവർക്കും കോളേജിൽ പോകണ്ടേ? സീനിയർക്കാ നിങ്ങളാ പോകും കോളേജിക്ക്. അപ്പോൾ ഒക്കെ നിങ്ങൾ ഇവിടേക്ക് പോവാം. നമുക്ക് 2 പേർക്ക് വേറെ ജോലി കിട്ടിയതാ എന്ന് പറഞ്ഞു 2 പേര് ചിരിക്കായിരുന്നു. അത് കണ്ട് ഹീറോ ചിരിക്കായിരുന്നു. എന്താ സീനിയർക്ക് പറയുന്നത്? അതെ അതെ, ഞങ്ങൾക്ക് ജോലി കിട്ടിയത് വേറെ. അതിൽ ഫസ്റ്റ് സീനിയറൊക്കെ ജോലി പറയാൻ തുടങ്ങി. ഞാനൊരു ഫാഷൻ ഡിസൈനർ, അതുകൊണ്ട് ഞാൻ ഫാഷൻ ഡിസൈനറാണ് ജോയിൻ ചെയ്യാൻ പോകുന്നത് എന്ന് സീനിയർക്ക് ഫസ്റ്റ് ജൂലി ചേച്ചി പറഞ്ഞിരുന്നു. ശരി ജൂലി ചേച്ചി, നിങ്ങൾക്ക് ഫാഷൻ ഡിസൈനർ, അതിന് എനിക്ക് കോൾ വന്നത്, ഞാൻ കമ്പനിക്ക് പോവാം. ജൂലി ചേച്ചി സൂപ്പർ. അപ്പം ഹീറോയിൻ നോക്കിയിരുന്നു. പിന്നെ സീനിയർക്ക് നീയും പതിയെ സീനിയർ പറയാൻ തുടങ്ങി. എനിക്കൊരു കമ്പനിയിൽ ഒരു ജോലി കിട്ടിയിട്ടുണ്ട്. എന്ത് കമ്പനി സീനിയറൊക്കെ പറയേ എന്ന് പറയായിരുന്നു. എനിക്കാ ഞാൻ പറയണോ എന്ന് പറഞ്ഞ ഹീറോയ്ക്ക് ഭയങ്കര കോമഡി കേട്ടായിരുന്നു. അതോടെ ഹീറോയ്ക്ക് ചിരിക്കുമായിരുന്നു. എന്താ സീനിയർക്ക, എന്താ പറയുക? പറയണ കിട്ടി. ഞാൻ കുക്കിംഗ് ചെഫ് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത്. അറിയുമല്ലേ, ദിയ ചേച്ചി പറയായിരുന്നു. ദിയ ചേച്ചി എന്താ ചെഫ് പഠിക്കാൻ വന്നതാ? അതെടി, ഞാൻ പഠിക്കാൻ വേണ്ടി വന്നതാ എന്ന് പറഞ്ഞ് ചിരിച്ചിട്ട് പറയായിരുന്നു. ശരി ഓക്കെ ചേച്ചി എന്ന് പറയായിരുന്നു. ഞാൻ കുക്കിംഗ് ക്ലാസ് പോവാ ബാ എന്ന് പറഞ്ഞ് സീനിയറൊക്കെ പോയായിരുന്നു. സീനിയറൊക്കെ എന്താ പറയടാ, സീനിയറൊക്കെ ഇവിടെ എൻ്റെ കുക്കിംഗ് പഠിക്കാൻ വന്നാ. ഇവിടെ എൻ്റെ അങ്കിളാണ് ഇവിടെ കമ്പനി വെച്ച് റൺ ചെയ്യുക, കുക്കിംഗ് കമ്പനി. അവിടെ അങ്കിളുടെ ഒരു ശിഷ്യയായിട്ട് പഠിക്കാൻ വന്നതാ ഞാൻ എൻ്റെ സീനിയറൊക്കെ ദിയ സീനിയറൊക്കെ പറയുന്നു. അങ്കിൾ നിറയെ ഫുഡ് ഉണ്ടാക്കുക, അങ്കിളുടെ റെസിപ്പി പഠിക്കാൻ വേണ്ടി അങ്കിള് ഇവിടെ കഴിച്ചതാ. അങ്കിളിൻ്റെ അവിടെ തന്നെ ഇപ്പോൾ പഠിക്കാൻ വന്നതാ. നെക്സ്റ്റ് ഞാൻ കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ പോവാം കുക്കിംഗ് പഠിച്ചിട്ട്.